ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഈ മാസവും സഹകരണ സംഘം വഴി വീട്ടിലെത്തിക്കും. ഓണക്കിറ്റ് വിതരണത്തിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. ആശാപ്രവർത്തകർക്ക് 1450 രൂപ ബോണസ് ലഭിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ നൽകുമെന്നും പ്രഖ്യാപനം ഉണ്ടായി. ടി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഓണം ഇങ്ങെത്തി, അപ്പോഴേക്കും പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. ഹാപ്പിയാണ് കാര്യങ്ങളല്ലേ? ഉറപ്പായും ശ്രുതി ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് വലിയ സന്തോഷമാണ്, ആശ്വാസമാണ്. സാധാരണ 25-ാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെങ്കിൽ ഇത്തവണ ഓണം പ്രമാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ വിതരണം ചെയ്യും. ബാങ്കുകൾ വഴി, സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി തന്നെയായിരിക്കും ഇത്തവണയും പെൻഷൻ വിതരണം ചെയ്യുക. ആ തീരുമാനം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനം നടപ്പിലായി തുടങ്ങിയിട്ടില്ല. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയായിരിക്കും പെൻഷൻ എന്ന ഉത്തരവ് നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു. അതിൽ വലിയ വിമർശനവും ഉണ്ടായിരുന്നു. ചില ആളുകൾക്ക് അത് അക്കൗണ്ട് ഇല്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിൽ പോയി എടുക്കാൻ പറ്റാത്തവരുണ്ട്. അത് മറ്റു രീതിയിൽ പോകും, നേരിട്ട് കൈകളിലെത്തിക്കുന്നതാണ് നല്ലത് എന്ന ആരോപണവും വിമർശനവും ഒക്കെ ഉയർന്നിരുന്നു. എന്തായാലും ഇത്തവണയും കൂടി ആ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ നേരിട്ട് വീട്ടിലെത്തിക്കുന്ന രീതി തന്നെയാണ് പിന്തുടരുക. നേരത്തെ UDF സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന കാര്യമായ വിമർശനം എന്നുള്ളത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയായതായിരുന്നു. 2011-16 കാലഘട്ടത്തിൽ വലിയ വിമർശനമായിരുന്നു അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നത്. ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസം പിന്നിടുന്ന സമയത്തും പെൻഷൻ മുടങ്ങാതെ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരവരുടെ ഭരണ നേട്ടമായി തന്നെ ഉയർത്തി കാണിക്കുകയും ചെയ്യും. ഇത്തവണ ഓണം വന്നതുകൊണ്ട് ഏതാണ്ട് 60 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്കാണ് ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ. അപ്പോൾ നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ ഓണവരങ്ങ് അടിച്ചു പൊളിക്കും. അതാണ് ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരുടെയും ഓണം ഹാപ്പി ആവട്ടെ അല്ലേ?